വടകര ടൗണിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി ലിങ്ക് റോഡിൽ താൽക്കാലിക ബസ് സർവീസുകൾക്ക് അനുമതി നൽകിയതിന് പിന്നാലെ കർശന നിയന്ത്രണങ്ങളുമായി ട്രാഫിക് പോലീസ്. ലിങ്ക് റോഡിലെ ഗതാഗതം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് പുതിയ നടപടികൾ. ലിങ്ക് റോഡിൽ ബസ്സുകൾക്ക് അനുവദിച്ച സ്ഥലത്തേക്ക് പുറപ്പെടുന്ന സമയത്തിന് 10 മിനിറ്റ് മുൻപ് മാത്രമേ യാത്രക്കാരെ കയറ്റുന്നതിനായി ബസ്സുകൾ പ്രവേശിക്കാൻ പാടുള്ളൂ. ഒരേ സമയം 10 ബസ്സുകൾക്ക് മാത്രമാണ് ഇവിടെ പാർക്കിംഗ് അനുവദിച്ചിരിക്കുന്നത്. അതേസമയം ബസ്സുകൾക്ക് അനുവദിച്ച പാർക്കിംഗ് സ്ഥലത്തിന് പുറകിലായി വ്യാപാരികളുടെ ആവശ്യപ്രകാരം കുറച്ചു വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. റോഡിന്റെ ഒരു വശത്ത് മാത്രമേ ചെറിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവാദമുള്ളൂ. ഇരുവശങ്ങളിലും ഗതാഗതത്തിന് തടസ്സമുണ്ടാകുന്ന രീതിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്താൽ പിഴയടക്കമുള്ള കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ട്രാഫിക് പോലീസ് മുന്നറിയിപ്പ് നൽകി. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനും റോഡിലെ ഗതാഗതം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം നമ്മുടെ വടകര ടൗണിൽ ബ്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട് റോഡ് ബ്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ലിങ്ക് റോഡിൽ തൽക്കാലം ബസ്സുകൾ സർവീസ് നടത്താൻ അനുവദിച്ചിട്ടുണ്ട്. അത് ലിങ്ക് റോഡിൽ ഏകദേശം 10 ബസ്സുകൾ മാത്രമേ ആദ്യം ഒരു സമയത്ത് പാർക്ക് ചെയ്യാൻ പാടുള്ളൂ. അതിൽ തന്നെ 10 മിനിറ്റ് മുമ്പ് മാത്രമേ ആളെ കയറ്റാൻ വേണ്ടി ബസ്സുകൾ വരാൻ പാടുള്ളൂ. അതൊക്കെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യണം. കാരണം പിന്നീട് ഇങ്ങോട്ട് കുറച്ച് സ്ഥലം അതിൻ്റെ ബാക്കിൽ ബസ് വെച്ചതിന് ശേഷം ബാക്ക് കുറച്ച് സ്ഥലത്ത് പാർക്കിംഗ് അനുവദിച്ചിട്ടുണ്ട്. വ്യാപാരി സുഹൃത്തുക്കളൊക്കെ ആവശ്യപ്രകാരം അങ്ങനെ കുറച്ച് വണ്ടികൾക്ക് ബാക്ക് ഭാഗത്തേക്ക് പാർക്ക് ചെയ്യുക. അതുമാതിരി ഒരു ഭാഗത്ത് മാത്രമേ പാർക്കിംഗ് പാടുള്ളൂ. എല്ലാ ഭാഗത്തും കൊണ്ടുപോയി പാർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട്. അതിന് മിക്കവാറും ഫൈൻ അടയ്ക്കേണ്ടി വരും. അങ്ങനെ ഒരു ഭാഗത്ത് മാത്രം ചെറിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ നല്ല സുന്ദരിയായിരിക്കണം. അപ്പോ കല്യാണ പെണ്ണോ? അത് ചിറ്റപ്പന്റെ ഇഷ്ടം. ഇത് മതിയോ? ചിറ്റപ്പ. പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ്.